അമയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ പേഴ്സണലി ഉള്ള തിരക്കുകൾ കാരണം എനിക്ക് വ്ളോഗിലേക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കും ഉറക്കമില്ല, ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അമയുടെ ലോകത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തുടക്കം എവിടെന്ന് വെച്ചാൽ മാനവീയത്താണ്. തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈറ്റ് എന്നറിയപ്പെടുന്ന രീതിയാണ്. നമുക്ക് രാത്രിയും എല്ലാവർക്കും കൃത്യമായി വന്നിരുന്ന് അവരുടെ കാര്യങ്ങൾ സല്ലപിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് മാനവീയം വീതി. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പൊന്നെന്ന് പറയാം. അപ്പൊ അവിടെയാണുള്ളത്. അപ്പൊ എന്റെ വ്ളോഗ് തുടങ്ങുന്നതും ഈ മാനവീയം വീതിയിൽ നിന്ന് തന്നെയാണ്. മാനവീയം വീതിയുടെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ശില്പം കാണാം, പി ഭാസ്കരൻ സാറിന്റെ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഞാനൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എഴുത്തുകാരി എപ്പോഴും ഓർമ്മിക്കേണ്ടത് നല്ല എഴുത്തുകാരിയൊക്കെയല്ലേ. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു കവി എന്നുള്ള ഇതിൽ അദ്ദേഹത്തെ എപ്പോഴും സ്മരിക്കുന്ന ഒരു ടൈമിലൊക്കെ ഒരു 5 ഇപ്പൊ ഈ ഒരു ടൈമില്ല 5 മണി ആവാൻ പോവുകയാണ്. അപ്പൊ ഈ ടൈമിലൊക്കെ നമ്മൾ വന്ന് നിന്നൊരു ചായയൊക്കെ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. അപ്പൊ ഞാൻ KPCC പോയിട്ട്, ഞാൻ പാർട്ടി ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇവിടെ ഒന്ന് കയറി. അറിയാലോ വ്ളോഗ് എടുക്കണമെന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഇവിടെ വന്ന് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മാനവീയത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാനവീയം ക്യൂർ ഫെസ്റ്റ്. ഞങ്ങളുടെ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ ഏറ്റവും വലിയൊരു ഫെസ്റ്റാണ് മാനവീയം ക്യൂർ ഫെസ്റ്റ്. അപ്പോൾ ആ ഫെസ്റ്റ് ഞങ്ങൾ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒയാസിസ് എന്ന് പറഞ്ഞ സംഘടന നടത്തുന്ന ഒരു മാനവീയം ഫെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ 2024-ലും 25-ലും നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഫാഷൻ ഷോയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട്. അപ്പൊ പെട്ടെന്ന് അത് ചിന്ത വരും. മാനവീയം എന്ന് കേൾക്കുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതലും അത് തന്നെ എടുത്തു പറയാൻ കാരണം. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലവും അത് തന്നെയാണ്. അത് പോയിട്ട് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്, പുലിഞ്ഞു പോയ കുറെ ആൾക്കാരുണ്ട്. അവരുടെ ഓർമ്മകൾ ദിവസങ്ങളും എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലവും മാനവീയമാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ മാനവീയം ചൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലം. IFFKയുടെ ഏറ്റവും എന്റർടൈൻ വേദി എന്ന് പറയുന്നത് മാനവീയം വീതിയാണ്. അപ്പൊ മാനവീയത്തെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്, എന്നാലും കുറച്ച് വാക്കുകൾ ചുരുക്കുന്നു. നൈറ്റാണ് ഇവിടെ ഏറ്റവും ഭംഗി. നൈറ്റ് ഇവിടുത്തെ ലൈറ്റും ഇവിടുത്തെ പറഞ്ഞ ഒരു 8 മണി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. നല്ല ഒരുപാട് ആൾക്കാർ, പിന്നെ സ്നേഹിക്കുന്നവരും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. ഞാൻ വാങ്ങിച്ച പഴംപൊരി പകുതിയും അവര് കഴിച്ചു. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമാണ്. കൊടുമഴയാണേ കൊടുമഴ. അങ്ങനെ മാനവീയത്ത് വീഡിയോ ചെയ്യാനായി വന്നപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും. ഇന്നലെയും ഇതേ ടൈം നല്ല മഴയായിരുന്നു, ഇപ്പോഴും അതേപോലെ മഴ. പക്ഷെ മഴയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. മഴയത്തും എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ചുമ്മാട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം. ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ നേരത്തെ തന്നെ ഇൻട്രോയിൽ തന്നെ ഞാൻ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കൂടെ ഉണ്ടാകണം. അമയ വേൾഡ് ആണ്, ഒരു ലോകമാണ്. ആ ലോകത്തിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ടോ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റിൽ വന്ന് രേഖപ്പെടുത്തണം. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. ഓക്കെ.